മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ആറന്മുള വിമാനത്താവള ഭൂമിയിലെ വിവാദ പദ്ധതിയായ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കായി വീണ്ടും IT വകുപ്പിന്റെ നീക്കം. പദ്ധതിയുടെ സാധ്യതകൾ തേടി വീണ്ടും കളക്ടർക്ക് കത്ത് നൽകി. കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് IT സ്പെഷ്യൽ സെക്രട്ടറി. കളക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കത്തിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ. ജൂലൈ മാസം 2-ാം തീയതിയാണ് സംസ്ഥാന സർക്കാരിന്റെ IT സ്പെഷ്യൽ സെക്രട്ടറി വീണ്ടും ഒരു കത്ത് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് നൽകിയത്. കേരള IT ഇൻഫ്രാസ്ട്രക്ചറും ഇൻഫർമേഷൻ ടെക്നോളജി പാർക്കും സംയുക്തമായി ടോഫലുമായി ചേർന്നുകൊണ്ട് ഈ പത്തനംതിട്ട വിവാദ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഒരു പാർക്ക് തുടങ്ങുന്നതിന് വേണ്ടി അനുമതി ചോദിച്ചുകൊണ്ടൊരു കത്താണ് കാണിച്ചുകൊണ്ടാണ് IT സെക്രട്ടറി ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് ഒരു വിവരശേഖരണത്തിനായി ഒരു റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ ടോഫൽ എന്ന് പറയുന്ന കമ്പനിക്ക് ഏകദേശം 335 ഏക്കർ ഭൂമി സ്വന്തമായിട്ട് ഉണ്ട്. അതായത് 4 വില്ലേജുകളിലായി മല്ലപ്പുഴശ്ശേരി, ആറന്മുള, കിടങ്ങന്നൂർ, മെഴുവേലി എന്നീ 4 വില്ലേജുകളിലായി 335 ഏക്കർ ഭൂമി അവർക്ക് സ്വന്തമായിട്ടുണ്ട്. ഇത് ലഭ്യമായ ഭൂമിയാണ്. ആ ഭൂമിയിൽ അവർക്ക് IT പാർക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ഒപ്പം അവർ പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഇൻഫ്രാസ്ട്രക്ചർ IT പാർക്ക് എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലുള്ള സംവിധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയത്. എന്നാൽ 10/4/2025 ആദ്യം ഇവർ അനുമതി ആവശ്യപ്പെട്ട് നൽകിയ കത്ത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ധനകാര്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി ഇവരുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരുന്നു. അന്ന് ചീഫ് സെക്രട്ടറി പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വെച്ച് അനുമതി നൽകണ്ട എന്നായിരുന്നു തീരുമാനം. ആ തീരുമാനം നിലനിൽക്കെയാണ് ഇപ്പോൾ വീണ്ടും കേരള IT ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി IT സ്പെഷ്യൽ സെക്രട്ടറി കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. അതായത് ടോഫൽ ആവശ്യപ്പെടുന്നതനുസരിച്ച് ലഭ്യമായ ഭൂമിയുടെ അളവ്, ആ ലഭ്യമായ ഭൂമിയിൽ മൊത്തം എത്ര ഡ്രൈ ലാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ പുരയിടം എത്രയുണ്ട്, ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം ആണോ ഇത്, 2008 മുമ്പ് പരിവർത്തനം ചെയ്ത വയൽ ഈ പ്രദേശത്ത് ഉൾപ്പെടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് IT സ്പെഷ്യൽ സെക്രട്ടറി ഇപ്പോൾ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു. കാരണം ആറന്മുള വിമാനത്താവള പദ്ധതി തണ്ണീർത്തടങ്ങളെയും വയലുകളെയും അതുപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയും തകർക്കുമെന്ന് കാണിച്ചുകൊണ്ട് വലിയ തരത്തിൽ പ്രതിഷേധം ഉയർന്നു. അന്ന് പ്രതിഷേധത്തിൽ CPIയും CPMും എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ പദ്ധതിക്കെതിരെ വലിയ തരത്തിലുള്ള സമരം ചെയ്തിരുന്നു. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവള പദ്ധതിക്ക് പൂർണ്ണമായും ഹരിത ട്രിബ്യൂണൽ ഉൾപ്പെടെ അനുമതി നിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വെറും ഭൂമിയായി അവിടെ കിടക്കുകയാണ്. ഒരു പദ്ധതിക്കും അനുമതി നൽകേണ്ടതില്ല, പകരം ആ സ്വാഭാവിക ഭൂമിയായി തിരിച്ചു മാറ്റണം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് നികത്തിയ പല നീർച്ചാലുകളും ഒപ്പം തന്നെ വലിയ തോടുകളുമെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. അങ്ങനെ അത് പഴയ ഭൂമിയാക്കി മാറ്റിയതിനു ശേഷം ഇപ്പോൾ അത് തരിശു നിലമായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഈ ടോഫൽ എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒരു കമ്പനി വീണ്ടും ഒരു അപേക്ഷയുമായി ഈ വർഷം തന്നെ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചത്. എന്നാൽ സർക്കാർ ആ അപേക്ഷ കൂടുതൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു പുതിയ ടീമിന് നൽകുകയായിരുന്നു. അവർ പരിശോധിച്ചതിന് ശേഷം പൂർണ്ണമായും ഇത് സ്വാഭാവിക അതായത് ജൈവ വ്യവസ്ഥ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയ്ക്ക്, ജൈവ വൈവിധ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന തരത്തിൽ ആയിരിക്കും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതിന് സാധ്യത ഏറുമെന്ന് കാണിച്ചുകൊണ്ട് അത് പൂർണ്ണമായും ഈ പദ്ധതി ഉപേക്ഷിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ആ നിർദ്ദേശം നിലനിൽക്കുകയാണ്. ഈ മാസം 2-ാം തീയതി വീണ്ടും IT സ്പെഷ്യൽ സെക്രട്ടറി കളക്ടറോട് കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് റവന്യൂ മന്ത്രിയുടെയും കൃഷി മന്ത്രിയുടെയും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള എതിർപ്പ് ആ പദ്ധതി പ്രദേശത്ത് പാർക്ക് തുടങ്ങുന്നതിന് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും റിപ്പോർട്ട് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദിരാസ്യ. ശരി ബിനോയ്, ആറന്മുള വിമാനത്താവള ഭൂമിയിലെ വിവാദ പദ്ധതിയായ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കായി വീണ്ടും IT വകുപ്പിന്റെ നീക്കം. പദ്ധതിയുടെ സാധ്യതകൾ തേടി വീണ്ടും കളക്ടർക്ക് കത്ത് നൽകി. കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് IT സ്പെഷ്യൽ സെക്രട്ടറി. കളക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനോയ്.